നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വരും ദിവസങ്ങളിലും ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം തുടരും. ആഗോള അനിശ്ചിതത്വങ്ങളും പാദഫലങ്ങളും വിപണിയെ നയിക്കും. ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നവർക്ക് സെബിയുടെ കർശന മുന്നറിയിപ്പ്. അംഗീകാരമില്ലാത്ത പ്ലാറ്റ്ഫോമുകൾ സെബിയുടെ നിയന്ത്രണ പരിധിക്ക് പുറത്താണെന്നും വിശദീകരണം. ആഗോള അനിശ്ചിതത്വവും AI അധിഷ്ഠിത നിക്ഷേപം ഉയർന്നതും തിരിച്ചടിയായി. വിദേശീയർ വിറ്റഴിച്ചത് 12,569 കോടിയുടെ ഓഹരി. ഏറ്റവും മൂല്യമുള്ള 7 കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഇടിവ്. എയർടെലിനും TCSനും കനത്ത തിരിച്ചടി. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം വീണ്ടും ഇടിഞ്ഞു. കാരണമായത് സ്വർണ്ണവിലയിലെ ആഗോള തകർച്ച. വിശദമായ വാർത്തകൾ നോക്കാം. വരും ദിവസങ്ങളിലും ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം തുടരുമെന്ന് അനലിസ്റ്റുകളുടെ പ്രവചനം. ആഗോള അനിശ്ചിതത്വങ്ങളും പാദഫലങ്ങളും വിപണിയെ നയിക്കും. കഴിഞ്ഞ വാരം ഓഹരി വിപണി അസ്ഥിരമായിരുന്നു. AI ഓഹരികളിലേക്കുള്ള അമിതമായ പണമൊഴുക്ക്, പലിശ നിരക്കുകളിലെ മാറ്റം, ലാഭമെടുക്കൽ തുടങ്ങിയവ ആഗോള വിപണികളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇതിന്റെ ആഘാതം ഇന്ത്യൻ വിപണിയിലും പ്രകടമാവുമെന്നാണ് റെലിഗെയർ ബ്രോക്കിംഗിലെ അജിത് മിശ്ര പറയുന്നത്. വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കൽ തുടരാം. ഒപ്പം പാദഫലങ്ങളും വിപണിയെ സ്വാധീനിക്കുമെന്ന് മിശ്ര കൂട്ടിച്ചേർക്കുന്നു. രാജ്യത്തെ പണപ്പെരുപ്പ ഡേറ്റയാണ് വരുന്ന വാരം നിർണായകമാവുകയെന്ന് SBI സെക്യൂരിറ്റീസിലെ സുദീപ് ഷാ ചൂണ്ടിക്കാട്ടി. ഉപഭോക്തൃവില സൂചിക ഡേറ്റയും മൊത്തവില പണപ്പെരുപ്പവുമാണ് പുറത്തു വരാനിരിക്കുന്നത്. റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുമോ എന്നത് ഈ ഡേറ്റയെ ആശ്രയിച്ചിരിക്കുന്നു. നിഫ്റ്റിക്ക് 25,250നും 25,300 ലെവലിനും ശക്തമായ പിന്തുണയുണ്ടെന്നതും സുദീപ് ഷാ ചൂണ്ടിക്കാട്ടി. അതായത് വലിയ ചാഞ്ചാട്ടമുണ്ടായാൽ മാത്രമേ നിഫ്റ്റി ഈ മേഖലയ്ക്ക് താഴെ പോകൂ എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അംഗീകാരമില്ലാത്ത പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി സെബി. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ സെബിയുടെ നിയന്ത്രണ പരിധിക്ക് പുറത്താണെന്ന് വിശദീകരണം. UPI ആപ്പുകൾ മുതൽ പ്രമുഖ ജ്വല്ലറി ബ്രാൻഡുകളിൽ വരെ ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് ലഭ്യമാണ്. വെറും 10 രൂപയ്ക്ക് പോലും നിമിഷങ്ങൾക്കുള്ളിൽ സ്വർണം വാങ്ങാൻ ഇത് ഉപയോക്താക്കളെ അനുവദിക്കുന്നു. എന്നാൽ വ്യാപകമായി വിപണനം ചെയ്യപ്പെടുന്ന ഈ ഉൽപ്പന്നങ്ങൾ തങ്ങളുടെ മേൽനോട്ടത്തിന് പുറത്താണ് പ്രവർത്തിക്കുന്നതെന്നാണ് സെബി വ്യക്തമാക്കിയത്. അതിനാൽ വഞ്ചനയോ തർക്കങ്ങളോ ഉണ്ടായാൽ നിക്ഷേപകർക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റ് സംവിധാനം വഴി നിയമപരമായ സംരക്ഷണം ലഭിക്കില്ല. അതിനാൽ നിക്ഷേപം നടത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് സെബി നിർദ്ദേശിച്ചിരിക്കുന്നത്. എളുപ്പത്തിൽ ലഭ്യമാകുന്നതും കുറഞ്ഞ തുകയിൽ തുടങ്ങാമെന്നതും കാരണം യുവാക്കളെയും പുതിയ നിക്ഷേപകരെയും ഡിജിറ്റൽ സ്വർണം വളരെയധികം ആകർഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സെബിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നതും. ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, ഇലക്ട്രോണിക് ഗോൾഡ് രസീതുകൾ, എക്സ്ചേഞ്ച് ട്രേഡഡ് കമോഡിറ്റി ഡെറിവേറ്റുകൾ എന്നിവയാണ് സെബി നിയന്ത്രിത പരിധിയിൽ വരുന്ന നിക്ഷേപ മാർഗങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള അനിശ്ചിതത്വവും AI അധിഷ്ഠിത നിക്ഷേപം ഉയർന്നതും തിരിച്ചടിയായി. വിദേശീയർ വിറ്റഴിച്ചത് 12,569 കോടിയുടെ ഓഹരി. ഹെഡ്ജ് ഫണ്ടുകൾ നിലവിൽ US, ചൈന, ദക്ഷിണ കൊറിയ, തായ്വാൻ തുടങ്ങിയ AI-യുമായി ബന്ധമുള്ള രാജ്യങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്തുകയാണ്. ഇതിനായി AI വികസനമില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് പണം പിൻവലിക്കുന്നുണ്ട്. ഇന്ത്യയും AI-യിൽ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യമാണ്. എന്നാൽ നിലവിൽ AI ഓഹരികളുടെ വിലകൾ വളരെ ഉയർന്ന നിലയിലാണ്. അതിനാൽ എപ്പോൾ വേണമെങ്കിലും ഈ രാജ്യങ്ങളിലെ വിപണികളിൽ തിരുത്തൽ വരാം. ഈ അപകട സാധ്യത നിക്ഷേപകർ തിരിച്ചറിയാൻ തുടങ്ങുകയും അതോടൊപ്പം ഇന്ത്യൻ കമ്പനികളുടെ ലാഭം മെച്ചപ്പെടുത്തുകയും ചെയ്താൽ അവർ ഇന്ത്യൻ ഓഹരികളിലേക്ക് തന്നെ തിരിച്ചു വരാമെന്നാണ് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ VK വിജയകുമാർ വ്യക്തമാക്കിയത്. കൂടാതെ രണ്ടാം പാദത്തിലെ ഇന്ത്യയുടെ വരുമാനം പ്രതീക്ഷിച്ചതിലും അല്പം മികച്ചതായിരുന്നു, പ്രത്യേകിച്ച് മിഡ് ക്യാപ് കമ്പനികളുടേത്. അതിനാൽ ഈ മേഖലകളിലും ഓഹരികളിലും പുതിയ വിദേശ വാങ്ങലുകൾ കാണാൻ തുടങ്ങിയേക്കാമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. ബോണ്ട് വിപണിയിലും നിക്ഷേപക ട്രെൻഡിൽ മാറ്റമുണ്ട്.
ഓഹരി വിപണിയിൽ നിന്ന് പണം പിൻവലിക്കുമ്പോഴും FBIകൾ ബോണ്ട് വിപണിയിൽ വ്യത്യസ്തമായ ട്രെൻഡാണ് കാണിക്കുന്നത്. സാധാരണ ബോണ്ട് വിപണിയിൽ നിന്നവർ 1758 കോടി രൂപ പിൻവലിച്ചപ്പോൾ വോളണ്ടറി റിട്ടൻഷൻ റൂട്ട് പദ്ധതിയിലൂടെ 1416 കോടി രൂപ നിക്ഷേപിച്ചെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള 7 കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഇടിവ്. 88,635 കോടി രൂപയുടെ ഇടിവാണ് നേരിട്ടത്. എയർടെല്ലിനും TCSനും കനത്ത തിരിച്ചടി. രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള 10 കമ്പനികളിൽ 7 കമ്പനികളുടെ വിപണി മൂല്യത്തിൽ 88,635.28 കോടി രൂപയുടെ ഇടിവ് നേരിട്ടു. ഓഹരി വിപണി ദുർബലമായതിനാൽ ഭാരതി എയർടെല്ലിനും ടാറ്റ കൺസൾട്ടൻസി സർവീസസിനും കനത്ത തിരിച്ചടിയുണ്ടായി. കഴിഞ്ഞയാഴ്ച BSE ബെഞ്ച്മാർക്ക് 720.43 പോയിന്റ് അഥവാ 0.86% ഇടിഞ്ഞു. നിഫ്റ്റി 229.8 പോയിന്റ് അഥവാ 0.89% ഇടിഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ഭാരതി എയർടെൽ, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ICICI ബാങ്ക്, ഇൻഫോസിസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവയുടെ മൂല്യത്തിലാണ് ഇടിവ് നേരിട്ടത്. അതേസമയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബജാജ് ഫിനാൻസ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവയാണ് പ്രമുഖ കമ്പനികളിൽ നേട്ടമുണ്ടാക്കിയത്. ഭാരതി എയർടെല്ലിന്റെ വിപണി മൂല്യം 30,506.26 കോടി രൂപ ഇടിഞ്ഞ് 11,41,048.30 കോടി രൂപയായി. TCSന്റെ വിപണി മൂല്യത്തിൽ 23,680.38 കോടി രൂപയുടെ ഇടിവ് നേരിട്ടു. മൂല്യം 10,82,658.42 കോടി രൂപയായി. അതേസമയം LICയുടെ വിപണി മൂല്യം 18,469 കോടി രൂപ ഉയർന്ന് 5,84,366.54 കോടി രൂപയായിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിപണി മൂല്യം 17,492.02 കോടി രൂപ ഉയർന്ന് 8,82,400.89 കോടി രൂപയിലെത്തി. ബജാജ് ഫിനാൻസിന്റെ മൂല്യം 14,965.08 കോടി രൂപ ഉയർന്ന് 6,63,721.32 കോടി രൂപയായി. റിലയൻസ് ഇൻഡസ്ട്രീസ് ഏറ്റവും മൂല്യമുള്ള ആഭ്യന്തര കമ്പനിയായി തുടർന്നു. തൊട്ടുപിന്നിൽ HDFC ബാങ്ക്, ഭാരതി എയർടെൽ, TCS, ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബജാജ് ഫിനാൻസ്, ഇൻഫോസിസ്, LIC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവയുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം വീണ്ടും ഇടിഞ്ഞു. കാരണമായത് സ്വർണ്ണവിലയിലെ ആഗോള തകർച്ച. വിദേശ നാണ്യ കരുതൽ ശേഖരം $689.73 ബില്യൺ എത്തിയത്. അതേസമയം സ്വർണ്ണവിലയ്ക്ക് പുറമെ $, യൂറോ, യെൻ മുതലായവ വിദേശ കറൻസി ആസ്തികളിലുണ്ടായ ഇടിവും കരുതൽ ശേഖരത്തെ സ്വാധീനിച്ചു. $1.96 ബില്യൺ കുറവാണ് വിദേശ കറൻസിയിൽ ഉണ്ടായത്. കറൻസി വിനിമയ നിരക്കിലെ മാറ്റങ്ങളാണ് ഇതിന് കാരണമായത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിന്റെ തകർച്ച പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് വിദേശ നാണ്യശേഖരം പ്രയോജനപ്പെടുത്താറുണ്ട്. ഇതിനായി കരുതൽ ശേഖരത്തിൽ നിന്ന് വൻതോതിൽ ഡോളർ വിറ്റഴിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് എടുക്കാറുള്ളത്. അതേസമയം സ്വർണത്തിന്റെയും വിദേശ കറൻസിയുടെയും നിക്ഷേപത്തിലെ മാറ്റങ്ങൾ കാരണം ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം അല്പം കുറഞ്ഞു. പക്ഷേ രാജ്യത്തിപ്പോഴും ആവശ്യത്തിന് കരുതൽ ധനമുണ്ട്. അതായത് ഏകദേശം 1 വർഷത്തെ ഇറക്കുമതിക്ക് ആവശ്യമായ പണം. അതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ശക്തവും സുസ്ഥിരവുമായി തുടരുന്നുവെന്നാണ് റിസർവ് ബാങ്ക് ഡാറ്റ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാന വാർത്തകൾ വീണ്ടും. വരും ദിവസങ്ങളിലും ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം തുടരും. ആഗോള അനിശ്ചിതത്വങ്ങളും പാദഫലങ്ങളും വിപണിയെ നയിക്കും. ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നവർക്ക് സെബിയുടെ കർശന മുന്നറിയിപ്പ്. അംഗീകാരമില്ലാത്ത പ്ലാറ്റ്ഫോമുകൾ സെബിയുടെ നിയന്ത്രണ പരിധിക്ക് പുറത്താണെന്നും വിശദീകരണം. ആഗോള അനിശ്ചിതത്വവും AI അധിഷ്ഠിത നിക്ഷേപം ഉയർന്നതും തിരിച്ചടിയായി. വിദേശീയർ വിറ്റഴിച്ചത് 12,569 കോടിയുടെ ഓഹരി. ഏറ്റവും മൂല്യമുള്ള 7 കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ഇടിവ്. എയർടെല്ലിനും TCSനും കനത്ത തിരിച്ചടി. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം വീണ്ടും ഇടിഞ്ഞു. കാരണമായത് സ്വർണ്ണവിലയിലെ ആഗോള തകർച്ച. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.